കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഒന്നാം സ്വാതന്ത്ര്യ സമരമായ സിപ്പായി ലഹളയെക്കുറിച്ചോ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒന്ന്. 1857 മെയ് 10 മീററ്റിലെ സൈനിക റെജിമെന്റിലെ ഇന്ത്യൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ അവരുടെ വെള്ളക്കാരായ ഓഫീസർമാരെ വധിച്ചതോടുകൂടെയായിരുന്നു അതിന്റെ തുടക്കം. അതേ തുടർന്ന് ഝാൻസി റാണിയോടൊപ്പം ഔധിയിലെ രാജ്ഞി ഹഡ്രത് മകൾ ബീഗവും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് അണിഞ്ഞത്. അങ്ങനെ ബ്രിട്ടീഷുകാർ പരാജയത്തിന്റെ കയ്പ് ഏറ്റുവാങ്ങി. അങ്ങനെ ഡൽഹി കീഴടക്കിയതായ ഇന്ത്യൻ പട്ടാള സൈന്യം 82 വയസ്സുള്ള മുഗൾ രാജാവ് ബഹദൂർ ഷാ സഫറിനെ അവിടുത്തെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. ഈ ബഹദൂർ ഷാ തന്നെ പ്രധാനമന്ത്രിയായി മുഗദ്ര എന്ന ഹിന്ദുവിനെ നിയമിച്ചു. ഈ ഒരു സംഭവ വിനാശത്തെ കുറിച്ച് RSSന്റെ നേതാവായിരുന്ന സവർക്കർ ഇങ്ങനെ ഒരിക്കൽ എഴുതി: ഈ വിപ്ലവത്തിന്റെ കാരണം എന്താണ് മൗലവിമാരും ബ്രാഹ്മണരും വിശ്വാസികളെ പഠിപ്പിച്ചത്? ഡൽഹിയിലെ പള്ളികളിൽ നിന്നും വാരണാസിയിലെ ക്ഷേത്രങ്ങളിൽ നിന്നും വിജയത്തിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥനകൾ ഉയർന്നത് എന്തുകൊണ്ടായിരുന്നു? മറുപടിയായി സവർക്കർ തന്നെ ഇങ്ങനെ പറഞ്ഞു: അതൊക്കെ സ്വധർമ്മമായിരുന്നു എന്നുള്ളതാണ്. അവയൊക്കെ നമ്മുടെ സ്വധർമ്മമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വരാജ് തന്നെയാണ്. ഏറ്റവും മഹത്വരമായ അനുഗ്രഹം സ്വരാജ്. ഈ സ്വരാജ് എന്നത് യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ രാജാവ്. യേശുവിന്റെ ഭാഷയിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ രാജായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു ഈ ധ്യാനഭാഗത്തിലൂടെ പറയുന്നത്: എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന്. ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ ലഭിക്കണമെങ്കിൽ പാപികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവനെ സ്നേഹിച്ചോ അവന്റെ കൽപ്പനകൾ നമുക്ക് പ്രമാണിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, അതിലൂടെ ദൈവത്തെ സ്നേഹിക്കുവാനുമായിട്ട് നമുക്ക് കഴിയണം. കാരണം അപ്പനെ സ്നേഹിക്കുന്നവന് മാത്രമേ അപ്പന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയുകയുള്ളൂ. അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകന് മാത്രമേ, അല്ലെങ്കിൽ ഒരു മകൾക്ക് മാത്രമേ അമ്മയുടെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗുരുനാഥനെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഗുരുനാഥനെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ ഗുരുനാഥന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, അനുസരിക്കുവാനായിട്ട് കഴിയുകയും. ഇവിടെ കർത്താവ് പറയുന്നു: എന്നെ സ്നേഹിച്ചോ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനോ ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ കഴിയുള്ളൂ. കാരണം കർത്താവ് നൽകിയ കൽപ്പനകൾ കേട്ടോ തന്റെ പിന്നാലെ വന്ന ശിഷ്യന്മാർ പോലും പറഞ്ഞതോ ഇതോ അതികഠിനമായ കൽപ്പനകൾ എന്നുള്ളതാണ്. ഇത് അതികഠിനമായ കൽപ്പന എന്നാണ് ശിഷ്യന്മാർ പോലും അതിനെ വിശേഷിപ്പിച്ചത്. കാരണം കൽപ്പനകളിലൂടെ കർത്താവായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേലിനോട് കൽപ്പിച്ചതോ നീ വ്യഭിചാരം ചെയ്യരുതോ എന്ന്. കർത്താവായ യേശുവാകട്ടെ അതിന് അല്പവും കൂടെ ഒന്ന് കഠിനപ്പെടുത്തി പറഞ്ഞു: നീ ഇച്ഛയോടുകൂടെ ഒന്നിനെ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്യുന്നു. ഇച്ഛയോടുകൂടെ നീ ഒരു പുരുഷനെയോ ഒരു പുരുഷൻ സ്ത്രീയെയോ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്തു എന്ന കൽപ്പനകളിലൂടെ പറയും. ഇതിന്റെ ശത്രുവിനോ വിശക്കുന്നു എങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, അവൻ ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാനായിട്ട് കൊടുക്കും. ഇത് കേട്ടപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഇത് അതികഠിനമായ ഒന്ന്. യേശു പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവന് എന്റെ ഈ കൽപ്പനകൾ
പ്രമാണിക്കുവാനായിട്ട് കഴിയും. എന്നെ ബഹുമാനിക്കുന്നവനോ എന്നെ അംഗീകരിക്കുന്നവനോ എന്നെ തന്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നവനോ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനായിട്ട് കഴിയും. അവനത് ആ കൽപ്പനകൾ ഒരിക്കലും ഒരു ഭാരമായിട്ടോ ഒരു അതികഠിനമായിട്ടോ തോന്നുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ദൈവവും അവന്റെ കൽപ്പനകളും ഒന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതേ ദൈവം തന്നെ സ്നേഹമായിരിക്കുന്ന ആ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്. അതാണ് അവന്റെ കൽപ്പന. അതാണ് ഞാൻ തൊട്ടു മുൻപ് പറഞ്ഞത്. ദൈവവും അവന്റെ കൽപ്പനകളും ഒന്നാണ്. അവന്റെ ജീവിതവും അവന്റെ പ്രവൃത്തിയും ഒന്നായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാകുന്ന ദൈവം തന്റെ ജീവിതത്തിലൂടെ ആ സ്നേഹത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയും ആ കൽപ്പനകളിലൂടെ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പൊ സ്നേഹമായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നതും അവൻ തന്നിരിക്കുന്നതായ കൽപ്പന എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനായിട്ടോ കഴിയുന്നു. അപ്പനോ മക്കളോട്, മക്കൾക്കോ മാതാപിതാക്കളോട്, സഹോദരങ്ങൾക്ക്, അയൽവാസികൾക്ക് പരസ്പരം, സുഹൃത്തുക്കൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനായി കഴിയാത്ത ഒരു കാലഘട്ടം. തമ്മിൽ തമ്മിൽ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ആ സ്നേഹത്തിലൊക്കെയും എവിടെയൊക്കെയോ പാകപ്പിഴകൾ, ആ സ്നേഹത്തിലൊക്കെയും എവിടെയൊക്കെയോ ആത്മാർത്ഥതയുടെ കുറവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. ഭാര്യയ്ക്കോ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയും. മാതാപിതാക്കൾക്കോ മക്കളെ സ്നേഹിക്കുവാൻ കഴിയണം. മക്കൾക്കോ അമ്മയപ്പന്മാരെ സ്നേഹിക്കുവാൻ കഴിയണം. മക്കൾ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നു എങ്കിൽ ഇന്ന് കാണുന്ന അനാഥാലയങ്ങളുടെ ആവശ്യങ്ങളില്ല. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു എങ്കിൽ സൗമ്യയെ പോലുള്ളതായ അമ്മമാർ മക്കളെ കല്ലിലെറിഞ്ഞ് കൊല്ലുന്നതായ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുകയില്ല. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതായ അവസ്ഥകൾ ഉണ്ടാകുകയില്ല. ഇത്തരത്തിൽ നീണ്ടുപോകുന്നു ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതായ ജീവിത അവസ്ഥകൾ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവം പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞുപോയ ചില മാസങ്ങൾ, നാളുകൾ നമ്മളൊക്കെ ആ സ്നേഹിക്കുവാൻ മറന്നുപോയത് വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, സമയമില്ലാതിരുന്ന് സ്നേഹിക്കുവാൻ പോലും സമയമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വീട്ടിലിരുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കുവാൻ, ഇന്നലെ വരെ ഭർത്താവിന് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു സംസാരിക്കുവാൻ. ഇന്ന് ഭർത്താവിന് വീട്ടിലിരിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഭാര്യയും മക്കളും മാത്രം. അവരവർക്ക് സംസാരിച്ചു തുടങ്ങുന്നു. തന്റെ ജീവിതത്തിൽ നഷ്ടമായി പോയിരിക്കുന്ന ആ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ ഈ നാടുകളിൽ കൂടുതലായി വർദ്ധിക്കുവാൻ തുടങ്ങുന്നു. മനുഷ്യൻ ഈ നാടുകളിൽ പ്രകൃതിയെ അവൻ സ്നേഹിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രകൃതിയെ മനുഷ്യർ ഈ നാടുകളിൽ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു വാസ്തവം. ഈ നാളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയും ചക്ക എന്ന് പറയുന്നത്. ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് വല്ലാത്ത ഒരു ഇഷ്ടമില്ലാത്ത ആഹാരമായിരുന്നു ചക്ക എന്ന് പറയും. ഇന്ന് മനുഷ്യൻ ഈ നാളുകളിൽ നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നത് ചക്ക കൊണ്ടുള്ളതായ ഒരുപാട് വിഭവങ്ങളാണ്. പ്രകൃതിയെ നാം സ്നേഹിക്കുവാൻ തുടങ്ങി, പ്രകൃതിയെ നാം അംഗീകരിക്കുവാൻ തുടങ്ങി, പ്രകൃതിയിലുള്ളതിനൊക്കെ നല്ലതിനെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. അതിന്റെ കാരണം അവൻ പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തന്റെ കുടുംബത്തിനുള്ളതായ സന്തോഷം, ഭാര്യയും ഭർത്താവും മക്കളും
തിരിച്ചറിയുവാൻ തുടങ്ങിയത് അവൻ തന്റെ കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായി തീരുക. അല്ലെ, ഇന്നൊരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ കാണുന്നത് അവൻ അയൽവാസിയുടെ മുഖം മാത്രം. ചില നാളുകൾക്ക് മുൻപ് അയൽവാസി ആരെന്ന് ചോദിച്ചാൽ, പേരെന്തെന്ന് ചോദിച്ചാൽ അറിയാതിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അയൽവാസിയെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ, കുടുംബത്തിനുള്ളിലുള്ളവരെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. തമ്മിൽ സ്നേഹമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമെന്ന് കർത്താവായ യേശു ഓർമ്മപ്പെടുത്തി. പക്ഷേ എനിക്ക് നിങ്ങൾക്കുമൊക്കെ തമ്മിൽ സ്നേഹിക്കണമെങ്കിൽ അയൽപക്കക്കാരന്റെ ജീവിതത്തിൽ വന്ന വേദന എനിക്കും വരണമെന്നുള്ളതായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കടന്നുപോയി എന്നതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. അല്ലെ, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് വന്ന വേദന മറ്റുള്ളവരും വരണം. കാരണം പ്രളയം വന്നപ്പോ ആ വന്ന പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും തമ്മിൽ സ്നേഹിക്കുവാൻ തുടങ്ങി. അത് ഹൈന്ദവനായിരുന്നാലും, അത് മുസൽമാനായിരുന്നാലും, അത് ക്രിസ്ത്യാനിയായിരുന്നാലും ഒരുമിച്ച് താമസിക്കുവാൻ, ഒരുമിച്ച് ഭക്ഷിക്കുവാൻ, ഒരുമിച്ച് ഉറങ്ങുവാനൊക്കെ അവർ ശീലിച്ചു. തമ്മിൽ ബദ്ധവൈരികളായിരുന്നവർ പോലും സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. അത് പ്രളയം കഴിഞ്ഞപ്പോ അവന്റെ തമ്മിലുണ്ടായിരുന്ന സ്നേഹം മാറി തമ്മിലവർ അടിക്കുവാനായിട്ട് തുടങ്ങി. അത് രാഷ്ട്രീയത്തിന്റെ പേരിലാകട്ടെ, അത് സഭയുടെ പേരിലാകട്ടെ, അത് വിശ്വാസത്തിന്റെ പേരിലാകട്ടെ, മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കുവാൻ ഒരു നാൾ പരാജയപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി പഴയ ജീവിത സൗകര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നാം പ്രകൃതിയെ വെറുക്കുവാൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യുവാനായിട്ട് തുടങ്ങും. സഹോദരനെ മറക്കുവാൻ തുടങ്ങും, കുടുംബത്തെ മറക്കുവാൻ തുടങ്ങും, മക്കളെ മറക്കുവാൻ തുടങ്ങും. കുടുംബജീവിതത്തിൽ സ്നേഹമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം പറയുന്നു, ദൈവസ്നേഹം കാണണമെങ്കിൽ നമുക്കിന്ന് ദൈവത്തെ ഒരുപാട് നാം സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിലൊക്കെ കുറവുകളുണ്ട്. അങ്ങനെയുള്ള ഞാനും നിങ്ങളും ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ ഒരുപാട് നാം പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്, സ്നേഹിക്കുവാൻ ശ്രമിക്കുന്നത്? 21-41 നാളുകൾ തുടങ്ങി ഉപവാസം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. വെള്ളയും ധരിച്ചുള്ള ജീവിതം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഹല്ലേലൂയയും സ്തോത്രവും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അവസ്ഥ. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നിനക്ക് നിന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയും. നീ വെള്ളയും ധരിക്കുമ്പോൾ 21-41 നാളുകൾ ഉപവസിക്കുമ്പോൾ നിന്റെ ഹല്ലേലൂയയും സ്തോത്രവും ദൈവസന്നിധിയോട് എത്തുന്നു. നിന്റെ ആരാധനകളും നിന്റെ പ്രാർത്ഥനകളും ആലയം മുടങ്ങാനുള്ളതായ ദൈവത്തോടു കൂടെയുള്ളതായ നിന്റെ സഹവാസവും നീ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് വെളിപ്പെടുത്തുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നീ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. നിനക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? സ്നേഹിക്കണമെങ്കിൽ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം. അതാണ് വേദപുസ്തകം പറയുന്നത്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്കെങ്ങനെ കാണാത്തതിന്റെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? കാണുന്നതിന്റെ സഹോദരനെ സ്നേഹിക്കാത്ത നിനക്കെങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? ചിലരുടെ കാലയിൽ അയ്യപ്പ പണിക്ക് എഴുതിയതായ ചില വരികൾ ഇങ്ങനെയാണ്: പൂവിന് വേണ്ടത് മാധവമല്ല, പൂവിന് വേണ്ടത് പുതുമണമല്ല, പൂവിന് വേണ്ടത് നറുതേനല്ല, പിന്നെയോ പൂവിന് വേണ്ടത് പൂപ്പൊടി മാത്രം. ഒരു പൂവിന് വേണ്ടത് അതിന് മാധവമല്ല, അതിന് വേണ്ടത് ഒരു പൂവിന് വേണ്ടത് നറുമണമല്ല, വേണ്ടത് ഒരു പൂവിന് വേണ്ടത് നറുതേനല്ല, വേണ്ടത് പൂവിനെ പൂവാക്കി മാറ്റുന്നത് അതിന്റെ പൂപ്പൊടിയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, നിന്റെ ആരാധനാ ജീവിതങ്ങളിലൂടെ കടന്നു പോകുക മാത്രമല്ല, അതേക്കാളൊക്കെ ഉപരിയായി നിന്റെ സഹോദരനെ, നിന്റെ കുടുംബത്തെ, നിന്റെ പ്രകൃതിയെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയണം. അതില്ല എങ്കിൽ നീ ഒന്നുമില്ലാത്തവനായിത്തീരും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: ഈ ലോകത്തിന്റെ വസ്തുവകയുള്ള ആരെങ്കിലും തന്റെ സഹോദരനോ മുട്ടുള്ളത് കണ്ടിട്ടോ അവനോട് മനസ്സിൽ കാണിക്കാനാൽ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ അവനിൽ വസിക്കും? ദൈവം
നിന്റെ സഹോദരന് മുട്ടുള്ളത് നീ കണ്ടിട്ടോ അവനോട് നിനക്ക് മനസ്സലിവ് കാണിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ നിന്നിൽ ദൈവസ്നേഹം വസിക്കും? നീ എത്രയൊക്കെ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാലും ആ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ വസിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ, തുടർന്ന് പറയുന്നതാണ്, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ പറയും, കുഞ്ഞുങ്ങളെ നാം വാക്കുകൊണ്ടും നാവുകൊണ്ടും സ്നേഹിക്കുന്നവരായിട്ടല്ല പ്രവൃത്തിയിലും സത്യത്തിലും നിനക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയും. അതാണ് കർത്താവ് ഈ നാളുകളിൽ നമുക്ക് തന്നിരിക്കുന്നതായ കൽപ്പന എന്ന് പറയും. നല്ല സമയക്കാരന്റെ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഒരു വേദഭാഗം. യെരൂശലേമിലേക്ക് മനുഷ്യൻ പോകും. അവനെ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അർത്ഥപ്രാണനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അരികിലേക്ക് ആത്മീകമായി അടുത്ത് നിൽക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന രണ്ട് വിഭാഗക്കാർ അവന്റെ അരികിലൂടെ കടന്നു പോകുന്ന ഒരു പുരോഹിതനും ഒരു ലേവ്യനും. ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവരാണ്, ദൈവത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നവരാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അറിയാവുന്നവർ സമൂഹത്തെ ധരിപ്പിച്ചിരിക്കുന്നവരാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ സ്നേഹിക്കുന്നവരെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കാണുവാനും അവനെ സഹായിക്കുവാനും കഴിയില്ല. അവിടെയാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 17 പറയുന്നു, നീ വാക്കുകൊണ്ടും നാവുകൊണ്ടുമല്ല നീ സ്നേഹിക്കേണ്ടത്, പിന്നെയോ നീ സത്യത്തിലും പ്രവൃത്തിയിലും സ്നേഹിക്കുവാൻ. അതേ തുടർന്ന് 3-ാമതൊരു സമരക്കാരൻ വരുന്നു. സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവൻ, സമൂഹത്തിൽ സങ്കര ജാതി എന്ന വിളിപ്പേര് ലഭിച്ചവൻ. അവനാകട്ടെ അവന്റെ അരികിലേക്ക് കടന്നു വന്ന് അവന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തവനെ സംരക്ഷിക്കുന്നതായ ഒരു കാഴ്ച. നാവുകൊണ്ട് നിനക്ക് സ്നേഹിക്കാൻ കഴിയും, വാക്കുകൊണ്ട് നിനക്ക് സ്നേഹിക്കുവാൻ കഴിയും. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല എന്റെ പല സഹോദരങ്ങളെ, പിന്നെ പ്രവൃത്തി കൊണ്ട് നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും. പി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു കവി തന്റെ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: പീഡിക തിണ്ണ സഹോദരി മയകവേ, കൈത്തോഴയാൽ ബംഗ്ലാവ് തീർക്കുമീ ഞാൻ മരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, പീഡിക തിണ്ണ സഹോദരി മയകവേ, കൈത്തോഴയാൽ ബംഗ്ലാവ് തീർക്കുമീ ഞാൻ മരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ സഹോദരൻ, എന്റെ അയൽപക്കക്കാരൻ ഏതുമില്ലാതെ, ഒരു ഭവനം പോലും ഇല്ലാതെ, അവന് കയറി കിടക്കുവാൻ ഒരു കൂര പോലുമില്ലാതെ, അവൻ കടവരാന്തകൾ അവൻ വീടാക്കി മാറ്റി അതിലവൻ ആശ്വാസം കണ്ടെത്തുമ്പോൾ കൈക്കോഴകൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ബംഗ്ലാവ് തീർത്തു അതിനുള്ളിൽ സുഖസമൃദ്ധമായി ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ മരിക്കണം. തുടർന്ന് പറയുന്നു, കഞ്ഞിവെള്ളം കിട്ടാതെ പൈതങ്ങൾ പിടയുമ്പോഴും പെരുത്ത വേദന തിന്നു നിൽക്കുകയെ ഞാൻ മരിക്കണം എന്നുള്ളത്. കഞ്ഞിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ എന്റെ പെരുത്ത വേദന കൊണ്ട് ഞാൻ തിന്നു വീഴ്ത്തോ, എന്നെ മാത്രം സ്നേഹിച്ചോ ഞാൻ ജീവിക്കുന്ന ഞാൻ മരിക്കണം എന്നുള്ളത്. കർത്താവ് പറയുന്നു, വാക്കുകൊണ്ടോ നാവുകൊണ്ടോ അല്ല പ്രവൃത്തി കൊണ്ടോ നിനക്ക് സ്നേഹിക്കുവാനായിട്ടോ കഴിയും. ഇന്ന് നാം സ്നേഹിക്കുന്ന സ്നേഹങ്ങൾ, ഈ കാലഘട്ടങ്ങളുടെ സ്നേഹം ഒരു പബ്ലിസിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്നൊരു സംശയമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 15-16 പറയുന്നത്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്കോ ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ എന്തോ പ്രയോജനം. മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി നാവുകൊണ്ടുള്ള സ്നേഹത്തെ വെടിഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ കാവ്യതയെ മാറ്റി നിർത്തി നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് സ്നേഹിക്കുവാൻ, നമ്മുടെ സഹോദരനെ ഒന്ന് അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് വരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ ആശ്രയം. ആ സ്നേഹത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പിതാവ് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു ലോകത്തെ രക്ഷിപ്പാൻ പിതാവ് പുത്രനെ, ആ പുത്രനാകട്ടെ
ജീവനെ കൊടുക്കുന്നതിൽ പരം സ്നേഹമില്ല എന്ന് വേദപുസ്തകം പറഞ്ഞു. തന്റെ സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ പരം സ്നേഹമില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തും. ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവൻ തരുന്നതായ അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായി തന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് അവന്റെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാത്രം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ മാത്രം അവൻ തരുന്ന അനുഗ്രഹങ്ങൾ തന്റെ കാര്യസ്ഥനെ, തന്റെ പരിശുദ്ധാത്മാവിനെ അവൻ തരുന്നു. രണ്ടാമതായി അവൻ തരുന്ന ഒരു ഉറപ്പ്, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ ഒരു നാളും നിന്നെ അനാഥരായി വിടുകയില്ല. ഒരു വല്ലാത്ത ജീവിതത്തിന്റെ ധൈര്യമാണ്, ഒരു വല്ലാത്ത ജീവിതത്തിന്റെ ഉറപ്പാണ്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, എന്റെ സഹോദരങ്ങളെ, എന്റെ പൊന്മക്കളെ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. മൂന്നാമതായി ഞാൻ പറയുന്നത്, അവൻ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യും. അവൻ ജീവിക്കുന്നത് കൊണ്ട് തന്നെ, അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളിൽ നീയും നിലനിൽക്കും. നീ താഴ്ചയായി പോകാതെ, നീ തകർന്നു പോകാതെ, നീ വീണു പോകാതെ നിന്നെ നിലനിർത്തുക, നിന്നെ നിർത്തുക ശക്തനായ ഒരു ദൈവം. നാലാമതായി അവൻ പറയുന്നു, നമ്മോടുകൂടി അവൻ വശം. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തം, അവൻ നമ്മോടുകൂടെ വശം. അതേ പ്രിയ സഹോദരൻ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ സ്നേഹ സ്വഭാവങ്ങളെ നമുക്കൊന്നും ആത്മപരിശോധന ചെയ്യും. ഈ നാളുകളിൽ വാക്കുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരനെ, അയൽവാസി, സുഹൃത്തിനെ, കുടുംബത്തെ സ്നേഹിക്കുവാൻ മറന്നുപോലെ ജീവിതത്തിലെ പുറമെ പാപത്തെ ഓർത്ത് ആത്മാർത്ഥമായി ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുവാനും അവയിലൂടെ അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചു അവൻ തരുന്ന വാഗ്ദത്തത്തിൽ നിലനിന്നുകൊണ്ട് അവനെ മഹത്വീകരിക്കാൻ വരുന്നു. അപ്രകാരം ജീവിക്കുവാൻ ദൈവം തന്നെ കൃപയാൽ നമ്മെ ബലപ്പെടുത്തി കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ക്രിസ്തുയേശുവിൽ കാത്തു പരിപാലിക്കും.